സിക്സ്ത് സ്റ്റാൻഡേർഡ് 5th ചാപ്റ്റർ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിത കഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് നമ്മുടെ ശക്തി കുടികൊള്ളുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ 1946 ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ കുറിച്ച വാക്കുകളാണ് ഇവ. ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് 1988 രചിക്കപ്പെട്ട മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഏതാനും വരികളാണ് മിലേ സുർ മേര തുമാര तो सुर बने हमारा, सुर की नदियाँ हर दिशा से बहते सागर में मिले. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം. വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിൻ്റെ സന്ദേശം. ഈ ഐക്യം വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ്. എൻ്റെ കേരളം സുന്ദര കേരളം. കിളിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ? ഹരിയാലി തീജ് ആഘോഷിക്കാനാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. ശ്രാവണ മാസത്തിലാണ് കേരളത്തിലെ ചിങ്ങമാസത്തിൽ ഞങ്ങൾ തീജ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിലെ ഓണത്തിന് ഊഞ്ഞാൽ ഇടാറുണ്ട്. തീജ് ആഘോഷത്തിന് ഞങ്ങളും ഊഞ്ഞാലിടും. പുതുവസ്ത്രങ്ങൾ, മധുര പലഹാരങ്ങൾ, ബന്ധുവീടുകളിലേക്ക് വിരുന്നുപോക്ക്, അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയും സാരിയും ധരിക്കാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരിട്ട് പറയാം. ഓണത്തിന് മുന്നേ ഞാൻ അങ്ങെത്തും. ഞങ്ങൾ പാചകം ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ മധുര പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും കൊണ്ടുവരാം. ഓണത്തോട് സാമ്യമുള്ള തീജ് എന്നൊരു ആഘോഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജസ്ഥാനിലെയും കേരളത്തിലെയും ഭക്ഷണം, വസ്ത്രം, ആചാരം, ആഘോഷം എന്നിവയിൽ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും നാം പരിചയപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാനിലെ ഒരു ആഘോഷമാണ് തീജ് എന്നുള്ളത്. ഇനി നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളും സംസ്കാരം എന്ന് പറയാം. E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചു:
സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണ്ണമായ ആകെത്തുകയാണ് സംസ്കാരം. സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. എന്താണ് സാമൂഹീകരണം? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കല, സംഗീതം, സാഹിത്യം, തത്ത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതപ്പെടുന്നു. സംസ്കാരത്തിൽ ഭൗതികവും ബൗദ്ധികേതരവുമായ ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതും രൂപമുള്ളതുമായ വസ്ത്രം, ഭക്ഷണം, വീട്ടുപകരണം മുതലായവ ഭൗതിക സംസ്കാരത്തിൻ്റെ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഘടകങ്ങളാണ്. എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്ത, ആശയം മുതലായവ ബൗദ്ധികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. സംസ്കാരത്തെ ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചെടുക്കുന്നത്. ഇനി ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അനേകം മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവുമുണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. സംസ്കാരത്തിൻ്റെ ഘടകങ്ങളായി കൊടുത്തിട്ടുള്ളത് ആഘോഷം, വിശ്വാസം, ഭാഷ, വേഷം, പാരമ്പര്യം, ഭക്ഷണം, കല, ആചാരം, പ്രതീകം, പെരുമാറ്റം എന്നിവയാണ്. ആഘോഷം, ഭാഷ, വിശ്വാസം, വേഷം, പാരമ്പര്യം, ഭക്ഷണം, കല, പ്രതീകം, പെരുമാറ്റം, ആചാരം ഇവയെല്ലാം സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. ഇനി സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. 1. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. കൾച്ചർ ഈസ് ലേൺഡ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഓണം. സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹീകരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്ന് പൊതുവെ കണ്ടുപഠിച്ചു. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്ന് നാം പഠിക്കുന്നു. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വ്യക്തി സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരമാർജിക്കൽ. ഒരു വ്യക്തി സ്വന്തമായിട്ട് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, അത് ശീലിക്കുക, ഇങ്ങനെ ചെയ്യുന്നതാണ് സ്വസംസ്കാരം ആർജിക്കൽ. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് എന്നതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത സംസ്കാരം പങ്കുവെക്കുന്നതാണ്. കൾച്ചർ
ഈസ് ഷെയർഡ്. വിദ്യാലയത്തിൽ നമ്മൾ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാറുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഓണസദ്യ എന്നത് കേവലം ഭക്ഷണം മാത്രമാണോ എന്ന് ചോദിക്കണ്ടേ. സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഒത്തുചേരുന്ന അനുഭവം കൂടിയല്ലേ ഓണസദ്യ. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ്. ഇത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവെക്കപ്പെടുന്നു. ഇനി 3, സംസ്കാരം പ്രതീകാത്മകമാണ്. കൾച്ചർ ഈസ് സിംബോളിക്. ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണ് മയിൽ, ദേശീയ പതാക, അശോക മുദ്ര എന്നിവയൊക്കെ. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശഭക്തിഗാനം എന്നിവ നമ്മളിലുണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ, മുതിർന്നവരെയോ അതിഥികളെയോ കാണുമ്പോൾ കൈകൂപ്പുന്നത്, വസ്തുക്കൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി 4ാമത്തെ സവിശേഷത, സംസ്കാരം ചലനാത്മകമാണ്. കൾച്ചർ ഈസ് ഡൈനാമിക്. എന്നിട്ട് ഒരു ചെറിയ കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളും കുടുംബക്കാരും മാത്രമേ ക്ഷണിക്കപ്പെട്ടിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്തത്. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ കൊച്ചുമകളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർമാർ. ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചിയിടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് എത്രയെത്ര ചടങ്ങുകളാണ് നടക്കുന്നത്. വിവാഹത്തിൻ്റെ നടത്തിപ്പിനു തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ. ഇവൻ്റ് മാനേജ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണം വിളമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹരീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ലളിതമായ ചടങ്ങുകളിൽ നിന്ന് അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിൻ്റെ ആചാരങ്ങൾ മാറ്റങ്ങളോടുകൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കണ്ട. ഇനി 4ാമത്തെ സവിശേഷത, സംസ്കാരത്തിൻ്റെ 4ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സംസ്കാരം സാമ്പ്രദായികമാണ്. കൾച്ചർ ഈസ് കസ്റ്റമറി. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. തെയ്യത്തിൻ്റെ ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കൽ. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമക്കാഴ്ചകളാണ്.
സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. സംസ്കാരം പ്രതീകാത്മകമാണ്. സംസ്കാരം സാമ്പ്രദായികമാണ്. സംസ്കാരം ചലനാത്മകമാണ്. സംസ്കാരം പങ്കുവെക്കുന്നതാണ്. ഇനി സാംസ്കാരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സംസ്കാരം ചലനാത്മകമാണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു. നമ്മുടെ ഭക്ഷണരീതിയിലും വസ്ത്രരീതിയിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്ന മാറ്റങ്ങൾ ഇതിനുദാഹരണമാണ്. ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന പരിവർത്തനത്തെ സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഇനി സാംസ്കാരിക വ്യാപനം. സാംസ്കാരിക മാറ്റങ്ങളിൽ ഒന്നാമത്തെയാണ് കൾച്ചർ ഡിഫ്യൂഷൻ, സാംസ്കാരിക വ്യാപനം. ഒരു സംസ്കാരത്തിൻ്റെ തനതു സവിശേഷത മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി. പാനിപൂരി, പനീർ ടിക്ക, ദാൽ മഖനി പോലുള്ളവ ഉദാഹരണങ്ങളാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ സംസ്കാരങ്ങൾ സൗഹൃദപൂർവം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. സാംസ്കാരിക മാറ്റങ്ങൾ രണ്ടാമത്തേതാണ് അന്യ സംസ്കാരം ആർജിക്കൽ. ഋതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷിച്ച ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചു. സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ഋതി. ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യ സംസ്കാരമാർജിക്കൽ. മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. 3. സാംസ്കാരിക സ്വാംശീകരണം. എന്താണ് സാംസ്കാരിക സ്വാംശീകരണം? വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണവും. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി അവിടുത്തെ ഭാഷ, ഭക്ഷണരീതി തുടങ്ങിയവ നാം പഠിച്ചെടുക്കുന്നു. അങ്ങനെ ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നമ്മൾ നിർബന്ധിതമാക്കപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്ക്, പ്രബല സംസ്കാരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നു. ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകത ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബാഹ്യഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട്. സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം. സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യഘടകങ്ങളാണ്.
സാംസ്കാരിക മാറ്റങ്ങളെ രണ്ടാക്കി തിരിച്ചു. ആന്തരിക ഘടകങ്ങൾ, ബാഹ്യ ഘടകങ്ങൾ. ആന്തരിക ഘടകങ്ങളിൽ വരുന്നതാണ് സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം. സാംസ്കാരിക മാറ്റങ്ങളെ രണ്ടാക്കി. ആന്തരിക ഘടകങ്ങൾ, ബാഹ്യ ഘടകങ്ങൾ. ആന്തരിക ഘടകങ്ങളിൽ വരുന്നത് സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം. ബാഹ്യ ഘടകങ്ങളിൽ സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം. ബാഹ്യ ഘടകങ്ങളിൽ വരുന്നതാണ് സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.